കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തെ തുടർന്ന് പാക് സൈന്യത്തിനുള്ളിൽ തന്നെ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു രഹസ്യ റിപ്പോർട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 26 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം ഇന്ത്യയുമായുള്ള യുദ്ധഭീതിക്ക് കാരണമാവുകയും സൈനിക ഉദ്യോഗസ്ഥരെ രാജിവെക്കലിന് കാരണമായിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ വൈറലായ കത്തിന്റെ ആധികാരികത ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ എവിടെയാണെന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും വർദ്ധിച്ചു വരികയാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മുനീർ അപ്രതീക്ഷിതനായെന്നോ ഒളിവിലായെന്നോ ആണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുനീറും കുടുംബവും രാജ്യം വിട്ടുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെ മുനീർ ഔട്ട് എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ പാക് ബന്ധം മോശമായി തുടരുന്നതിനിടെ കാശ്മീരിലെ കുപ്വാര, ജമ്മുവിലെ പൂഞ്ച് സെക്ടറുകളിൽ തുടർച്ചയായ 4ാം ദിവസവും പാക് സൈന്യം വെടിയുതിർത്തിരുന്നു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തെ ഇന്ത്യ അതിശക്തമായി നേരിടുകയായിരുന്നു. പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. എന്നാൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പങ്ക് വ്യക്തമായതിന് പിന്നാലെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുൾപ്പെടെ കടുത്ത നിലപാടുകളിലേക്ക് ഇന്ത്യ നീങ്ങിയതോടെയാണ് പാക് സൈന്യം അതിർത്തിയിൽ പ്രകോപനം തുടരുന്നത്. അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് നുഴഞ്ഞുകയറ്റത്തിനായി പാക് അധിനിവേശ കാശ്മീരിൽ സജ്ജമാക്കിയിരിക്കുന്ന ഭീകരരെ പാക് സൈനിക കേന്ദ്രങ്ങളിലേക്കും ബങ്കറുകളിലേക്കും പിൻവലിച്ചതായാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന സൂചന.